നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, പൂർവികർ നമ്മളെ വിട്ടുപോയ ആൾക്കാർ നമ്മളോട് എന്താണ് പറയാനുള്ളത്. നിങ്ങൾക്കിതിലൊരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പൂർവികരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിലൊരു കാർഡ് എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് എന്താണെന്ന്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് വേൾഡിൻ്റെ കാർഡും സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് വുമണുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് അവർക്ക് അഭിമാനം തോന്നുന്നു. കുടുംബ തടസ്സങ്ങൾ, കർമ്മദോഷങ്ങൾ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കാലമാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളിപ്പം എന്തെങ്കിലും രീതിയിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പൂർവികർ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തിടുക്കമൊന്നും കാണിക്കാതെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശാന്തതയായിട്ട് മാത്രം ഇതിനെ കാണുക. കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ നോക്കാൻ ശ്രമിക്കുക. ചില സാഹചര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊന്നും ചെയ്യാതെ പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയമുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇത് എന്നാണ് നിങ്ങളുടെ പൂർവികർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ ജന്മത്തിൽ നിങ്ങളുടെ കർമ്മക്കടം എന്താണ്? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഈ ജന്മത്തിലെ കർമ്മക്കടം എന്താണ്? 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡുകാർക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ പ്രപഞ്ചം തന്നിരുന്നു. ഓക്കെ, നിങ്ങളെ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ നൽകിക്കൊണ്ടും ഒക്കെ പല കൈകളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതെല്ലാം നിരസിച്ചതായിട്ട് കാണുന്നുണ്ട്. ചില അലസത കാരണമായിരിക്കാം, ചില വൈകാരികമായിട്ടുള്ള ചിന്തകളോ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളോ കാരണം നിങ്ങൾ ചില കാര്യങ്ങളെ ഉപേക്ഷിച്ചിരുന്നു. യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള അവസരങ്ങളെ നിഷേധിച്ചതാണ് നിങ്ങൾക്കുള്ള കർമ്മം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നില്ല. ചുറ്റും സർവ്വതും ഉണ്ടെങ്കിലും അതിലൊരു സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ഒരു കർമ്മകടം തന്നെയാണ്. രണ്ടാമത്തെ കാർഡ് 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരുപാട് പോരാട്ടങ്ങൾ ചെയ്ത് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഒന്ന് മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നമുക്ക് വന്നിരുന്നതായിട്ടുള്ള പല അവസരങ്ങളും അന്ന് നമ്മൾ നിരസിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ എല്ലാ കെട്ടും ഭാണ്ഡങ്ങളും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് മാറി ചുമക്കേണ്ടി വരുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഒരിക്കലും കർമ്മ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല. അമിത ബലം ധരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം. ഓക്കെ, എന്തായാലും ഈ അവസ്ഥകളിൽ നിന്നെല്ലാം പുറത്ത് വന്നിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്പ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ലക്ഷ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഇലൂഷൻ മാത്രമാണ്. ഇത്രയൊക്കെ ഞാൻ അനുഭവിച്ചല്ലോ, ഇത്രയൊക്കെ ഞാൻ കടന്നു വന്നല്ലോ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ നമുക്കിപ്പോൾ ഒരു ആലോചന, ഒരു ഇന്നത്തിൽ മാത്രം നമ്മളിപ്പോൾ നിൽക്കുകയാണ്. നമ്മൾ അത്രയും അനുഭവിക്കാൻ എനിക്ക് എങ്ങനെ ശക്തി കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം ഇപ്പോൾ പൂർവികരുടെ ഒരു ബ്ലെസ്സിങ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാരങ്ങളും നമ്മളിൽ നിന്നും അകന്നു പോയിരിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം റിലീസ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പൂർവികരുടെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.